കേവല ഭൂരിപക്ഷം അവർക്കില്ല. രാജ്യസഭയിൽ എപ്പോ വേണമെങ്കിലും അവർക്ക് തുടരെ തുടരെ തോൽവി ഉണ്ടാകാം. ഇതിന്റെ ആഘാതം എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നീങ്ങുന്നത്. താൽക്കാലികമായി അനുനയ ചർച്ചയ്ക്ക് രാജ്നാഥ് സിംഗിനെയാണ് പല കാര്യങ്ങൾക്കും വിടാറുള്ളത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി രാജ്നാഥ് സിംഗാണ് കുറച്ചെങ്കിലും മിതത്വം പാലിക്കുന്നതെന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നന്നായി അറിയാം. അമിത്ഷായോട് ഒരു രീതിയിലും സഹായം ചോദിക്കാൻ രാഹുൽ ഗാന്ധി തിരിഞ്ഞു പോലും നോക്കാറില്ല. കാരണം ആ മനുഷ്യൻ അങ്ങനെ ഒരു അലിവും ഉള്ള ആളല്ല. എപ്പോഴും പകപോക്കൽ രാഷ്ട്രീയമാണ് ആ മനുഷ്യന് എന്നും ഉള്ളത്. എല്ലാവരോടും വെറുപ്പ് കാണിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ രാജ്നാഥ് സിംഗ് അങ്ങനെയല്ല. എല്ലാവരോടും കരുതലും സ്നേഹവും കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. RSS കാരനാണെങ്കിലും എല്ലാ രീതിയിലും മാന്യത വിട്ട് പെരുമാറാത്ത ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കൃത്യമായും വയനാടുണ്ടായ ഈ ദുരിത പെയ്ത്തിൽ എല്ലാ സഹായവും നേരിൽ കണ്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി എന്ന രീതിയിൽ രാജ്നാഥ് സിംഗ് ആ ദുരിത സ്ഥലങ്ങൾ സന്ദർശിച്ച് നേരിട്ട് സ്ഥിതി മനസ്സിലാക്കിയാൽ അറിയാം ആ ദുരിതത്തിന്റെ ആഘാതം എന്തുമാത്രം വലുതാണ്. മരണത്തെ പോലും തോൽപ്പിക്കുന്ന മരവിപ്പാണ് അവിടുത്തെ ജനത അനുഭവിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് രാജ്നാഥ് സിംഗിനോട് വരാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം കൂടിയാണ് വയനാട് എന്നത് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. രാജ്നാഥ് സിംഗിനെയും കൊണ്ട് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ഇവിടെ വരിക എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ സൈന്യം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്ന യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ എല്ലാ രീതിയിലും ഒരു പുനരുജ്ജീവനം ഉണ്ടാക്കിക്കുന്നത്. തീർച്ചയായും രണ്ട് പ്രദേശങ്ങളിലായി പ്രശ്ന സങ്കീർണമാണ്. അതിൽ ചൂരൽമലയിൽ സമാനതകളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ, അവിടെ താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ കൃത്യമായും എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, വസ്ത്രം, അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കൾ, അത്യാവശ്യ സാമഗ്രികൾ എല്ലാം തന്നെ പാക്കറ്റായി ലോഡ് കണക്കിന് ഓരോ ജില്ലകളിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് MP ആയ MK രാഘവന്റെ നിർദ്ദേശത്തിൽ സദാസമയം അവിടെ സെൽ പ്രവർത്തിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കോഴിക്കോടും കണ്ണൂരിൽ നിന്നും ഒക്കെ വയനാട്ടിലേക്ക് ഭക്ഷ്യസാമഗ്രികൾ എത്തുന്നു. തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുന്നു. നിരവധി സ്ഥലത്ത് ഇതിൽ രാഷ്ട്രീയം കാണാതെ നോക്കുന്ന പിണറായി വിജയനെ എല്ലാ രീതിയിലും അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിൽ സംഭാഷണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ രീതിയിലും കേന്ദ്രത്തിന്റെ സഹായം വാങ്ങി നൽകണം എന്ന് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, 2 മന്ത്രിമാരാണ് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്നത്. അതിൽ ജോർജ് കുര്യൻ ഉണ്ട്, അതുപോലെ സുരേഷ് ഗോപി ഉണ്ട്. ജോർജ് കുര്യൻ സദാസമയം അവിടെ ക്യാമ്പ് ചെയ്തു തന്നെയാണ് ഇടപെടുന്നതെങ്കിൽ പോലും കേന്ദ്രത്തിന്റെ മതിയായ സഹായം ഇതുവരെ ലഭിച്ചില്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് എത്തുന്നതോടുകൂടി സ്ഥിതിഗതികൾ മാറും. കൂടുതൽ സജ്ജീകരണങ്ങൾ ഉറപ്പാകും എന്നുള്ളത് വ്യക്തമാണ്.